الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു പോകുന്നു. തുടങ്ങിയത് എന്ന് പോലും അറിയാത്ത വിധം അതിശീഘ്രമായി അതിൻ്റെ പ്രയാണം തുടരുന്നു. അള്ളാഹുവിൻ്റെ അനുമതിയോടെ അനുഗ്രഹത്തോടെ ആയുസ്സു ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ഒരു വെള്ളിയാഴ്ച കൂടി റമളാനിൽ നമുക്ക് ലഭ്യമാകും. ഇത് ഏറെ പുണ്യം നിറഞ്ഞ സന്ദർഭങ്ങളാണ്. റമളാനിൻ്റെ പ്രാരംഭ ഭാഗത്തേക്കാൾ അതിൻ്റെ അവസാന ഭാഗത്തിനാണ് പുണ്യം നിറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളുടെയും മധ്യത്തിനാണ് പുണ്യമുള്ളത്. തുടക്കത്തിനേക്കാൾ പ്രധാനം അവസാനത്തിനാണ്. ജീവിതവും അങ്ങനെ തന്നെയാണ്. ഭൂതകാലത്തെ തെറ്റുകളും തിന്മകളും കുറ്റങ്ങളുമെല്ലാം പുറത്തു മാപ്പാക്കി അള്ളാഹു കൊടുത്ത് ഒരു മനുഷ്യൻ അവൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പേ നന്മയുടെ വഴിത്താരയിലേക്ക് കടന്നു വരുമ്പോൾ ഭൂതകാലത്തിലെ സകല തിന്മകളും മായ്ച്ചു കളയും എന്നാണ് ഇസ്ലാമിൻ്റെ മനോഹരമായ അധ്യാപനം. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമളാന്റെ പ്രാധാന്യം പഠിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മഹത്വം ഏറെ ഉദ്ഘോഷിക്കുകയുണ്ടായി. മിമ്പറയിൽ നിന്ന് അസാധാരണമായിട്ട് 3 ആമീൻ ഞങ്ങൾ കേട്ടു. സ്വഹാബികൾ പറയുന്നു, പ്രവാചകനോട് അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ കേട്ട ആമീൻ്റെ രഹസ്യം എന്താണ്? ആരാണ് ദുആ ചെയ്തത്? എന്തായിരുന്നു ദുആ? എന്തിനായിരുന്നു നിങ്ങൾ ആമീൻ ചൊല്ലിയത്? 3 പ്രാർത്ഥനകൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. മിമ്പറയുടെ 1-ാമത്തെ സ്റ്റെപ്പ്, 2-ാമത്തെ സ്റ്റെപ്പ്, 3-ാമത്തെ സ്റ്റെപ്പ്. അതിൽ ഒരു ദുആ ഇങ്ങനെയായിരുന്നു. ജിബ്രീലാണ് വന്ന് ദുആ ചെയ്തത്. ഞാൻ എൻ്റെ കാൽപാദങ്ങൾ മിമ്പറിലേക്ക് വെക്കുമ്പോൾ മലക്ക് വരുന്നത് ഞാൻ കണ്ടു. ജിബ്രീൽ ദുആ ചെയ്തു, ബുഅദൻ മൻ നദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു. പരിശുദ്ധ റമളാൻ വന്നിട്ട് അള്ളാഹുവോട് പാപമോചനം തേടാത്തവൻ
അവൻ വളരെ വിദൂരത്താകട്ടെ റബ്ബിന്റെ നന്മയിൽ നിന്ന്. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞുപോയി. റമളാൻ ഒരു സുവർണാവസരമാണ്. മലക്ക് വിളിച്ചു പറയുന്നുണ്ട്, യാ ബാഇയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യുന്നവനെ നീ മുന്നോട്ട് വന്നാലും, വയാ ബാഇയ ശർരി അഖ്സിർ, തിന്മ ചെയ്യുന്നവനെ നീ ഇനി അത് നിർത്തുക. ഇനി അധർമ്മം വേണ്ട, ഇനി തിന്മ വേണ്ട, ഇനി അരുതായ്മ വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ വെള്ള പുതച്ച് കൊണ്ടുപോകും എന്നൊന്ന് ഓർത്താൽ മതി. അനന്തമായ ജീവിതമാണ് പരലോകം എന്ന് ഓർമ്മ വന്നാൽ മതി. അശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന ഒരു മോഹമുണ്ടായാൽ മതി. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ മനുഷ്യരെ നന്നാക്കുകയാണ്. പുണ്യനബി അതുകൊണ്ടാ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഈ ഭൂമിയിൽ വരുന്ന എല്ലാ മക്കളും ശുദ്ധ പ്രകൃതിയിൽ വന്നവരാണ്. ഒരു തെറ്റും അറിയില്ല, കുറ്റങ്ങളറിയില്ല, നിഷ്കളങ്കമായ പുഞ്ചിരി, അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള കരച്ചിൽ, അതപ്പുറമല്ലല്ലോ കുട്ടിക്ക്. ഈ ഭൂമിയിൽ വന്ന എല്ലാ മനുഷ്യരും അങ്ങനെയെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നീട് അവന്റെ സാഹചര്യങ്ങളിൽ അവൻ തിന്മകൾ ചെയ്തു എന്നാണ്. അത് സൗഹൃദമാകാം, നാടാകാം, കൂട്ടുകെട്ടാകാം, പലതുമാകാം. ചില പ്രേരണകളാകാം, ചില പൈശാചിക ബോധനങ്ങളാകാം. അതിൽ വഴിവിട്ടു പോകും ചില മനുഷ്യന്മാർ. അങ്ങനെ പോയാലും അവരെ തിരിച്ചു വിളിക്കാൻ അള്ളാഹു പറയുന്നു, അവൻ നിങ്ങൾ എന്നോട് ഒരു ചാണെടുത്താൽ ഞാൻ നിങ്ങളോട് ഒരു മുഴം എടുക്കും, ഞാൻ അങ്ങോട്ട് ഓടി വരും. നിങ്ങൾ എന്നോട് നടന്നു വരുമ്പോ ഞാൻ നിങ്ങളടുത്തേക്ക് ഓടി വരുന്നതാണ്. അള്ളാഹ് കാരുണ്യവാനാണ്. അതുകൊണ്ട് നമുക്ക് ആയുസ്സൊന്നും അധികമല്ലല്ലോ. അഅ്മാർ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, 60-70 അതിനിടയിലാണ് ആയുസ്. മുൻഗാമികളായ ആളുകൾക്ക് ഇതിലേറെ ആയുസ്സുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞത്. നോഹ് നബിയുടെ പ്രബോധന കാലം തന്നെ 9.5 നൂറ്റാണ്ട് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കായികമായിട്ടുള്ള കരുത്തും മുൻഗാമികൾക്കുണ്ടായിരുന്നു. ആദ് സമുദായം തകർന്നു കിടക്കുന്നത് കണ്ട ഖുർആൻ പറഞ്ഞത്, കഅന്നഹും അഅ്ജാസു നഖ്ലിൻ ഖാബിയ, കൊലച്ചു നിൽക്കുന്ന ഈത്തപ്പനത്തടികൾ വീണ് കിടക്കുന്ന പോലെയുണ്ട് അവരുടെ കിടത്തം. വലിയ മല്ലന്മാർ, വലിയ ശക്തിയുള്ളവർ, പാറകൾ തിരന്ന് വീടുണ്ടാക്കിയവർ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അത്രമേൽ ശക്തിയൊന്നുമില്ലല്ലോ. എത്ര ദുർബലൻ, സങ്കടപ്പെടുന്നവൻ, ദുഃഖിക്കുന്നവൻ, രോഗം വരുന്നവൻ, സാമ്പത്തിക വ്യഥ കൊണ്ട് ഉള്ളു പടയുന്നവൻ. അതൊക്കെയല്ലേ മനുഷ്യൻ, അഹങ്കരിക്കാനൊന്നുമില്ലാത്ത മനുഷ്യൻ. പക്ഷേ അവനിൽ വന്ന തിന്മകൾ അത് ഇല്ലാതെയാക്കാൻ ഈ കുറച്ച് ആയുസ്സുള്ളൂ മനുഷ്യനെന്ന് പറഞ്ഞു. പക്ഷേ മുൻഗാമികളെക്കാൾ ആയുസ്സിന്റെ ബലത്തിൽ ജീവിക്കാൻ, അത്രമേൽ ആയുസ്സുള്ള ആളുകളെക്കാൾ കൂടുതൽ നന്മ ചെയ്യാൻ സുവർണാവസരം തന്നു പരിശുദ്ധ ഖുർആൻ. അതാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിർണായകമായ രാത്രിയിൽ നാം ഖുർആനിനെ ഇറക്കി. ലൈലത്തുൽ മുബാറക എന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് അനുഗ്രഹീതമായ രാത്രിയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രിക്ക് എന്ന് ഖുർആൻ പറയുന്നു. 82 കൊല്ലത്തിലധികം ഒറ്റ രാത്രി കൊണ്ട്, 82 കൊല്ലത്തെ പ്രയത്നം ഒറ്റ രാത്രി കൊണ്ട് നേടുന്നു എന്ന മഹാ അത്ഭുതം. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നു. വറൂഹു, ജിബ്രീലും ഇറങ്ങി വരുന്നു. സമാധാനമുള്ള രാത്രി. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. മനുഷ്യന്റെ തൊട്ടടുത്ത ഒരു വർഷത്തെ അവന്റെ റിസ്ക് കണക്കാക്കുന്ന രാത്രി. അവന്റെ സുഖം, അവന്റെ ദുഃഖം, അവന്റെ മരണം, അവന്റെ ജീവിതത്തിലെ നേട്ടം, അവന്റെ വിജയം, അവന്റെ രോഗം എല്ലാം കണക്കാക്കുന്ന ഒരു രാത്രി. ആ രാത്രി പ്രാർത്ഥനയോടെ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു മനുഷ്യൻ? ആ രാത്രി റബ്ബിനോട് തേടാൻ മറന്നുപോയാൽ പിന്നെ മനുഷ്യന്റെ കഥ എന്ത്? ലൈലത്തുൽ ഖദർ എന്നാണെന്ന് എനിക്ക് വിവരം കിട്ടി. ഞാനത് പറയാൻ വേണ്ടി വന്നു നിങ്ങളുടെ അടുത്തേക്ക്. പക്ഷെ ഞാൻ വന്നപ്പോഴാണ് വഴിയിൽ നിന്ന് ഞാനൊരു കാഴ്ച കണ്ടു.
രണ്ടുപേര് ശണ്ട കൂടുന്നത് കണ്ടു. അള്ളാഹു എന്റെ മനസ്സിൽ നിന്ന് അപ്പോൾ അതങ്ങ് ഉയർത്തിക്കളഞ്ഞു. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഖൈറായേക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഒരുപാട് പാടേണ്ട ഹദീസിൽ രണ്ടാളുകളുടെ ശണ്ടയോടുകൂടി നബിയുടെ മനസ്സ് തളർന്നു എന്നാണ് അതിന്റെ അർത്ഥം. സംസ്കാരം കിട്ടിയ ഒരു ജനവിഭാഗം, ഖുർആന്റെ തണലിൽ ജീവിച്ച ഒരു ജനവിഭാഗം, വഹയിന്റെ തണൽ കണ്ട ഒരു ജനവിഭാഗം, പ്രവാചകനെ നേർക്കുനേർ നോക്കിക്കണ്ട ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തിൽപ്പെട്ട രണ്ടാളുകൾ പരസ്പരം ശണ്ട കൂടുന്നു എന്ന് പറയുമ്പോൾ അത് നബിക്കുണ്ടാക്കുന്ന വിഷമം ചെറുതല്ല. ഖിയാമം വരെ വിശ്വാസികൾ ശണ്ട കൂടുന്നതും ഈ ദീനിന് പൊരുത്തമുള്ള കാര്യമല്ല. നിങ്ങളങ്ങനെ ശണ്ട കൂടുമ്പോൾ നിങ്ങളുടെ ശക്തി ചോർന്നു പോകും, നിങ്ങളുടെ കാറ്റ് പോകും എന്ന് പോലും ഖുർആൻ കൃത്യമായ പദപ്രയോഗം നടത്തുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഒരു രാത്രിയെങ്കിലും ഇഅ്തികാഫിന്റെ ഒക്കെ പ്രാധാന്യം പറയുന്നു. തിരക്കുള്ള മനുഷ്യന്മാർ, തൊഴിലുള്ള മനുഷ്യന്മാർ ഒന്നോ രണ്ടോ രാത്രിയെങ്കിലും ഇരിക്കാൻ സന്നദ്ധമാകണം. ഒരു ഒഴിവില്ലാത്ത മനുഷ്യന്മാർ അവസാനം ഒറ്റ കടത്ത, അത് കടത്ത 6 അടി മണ്ണിലേക്കാരം. അത് വെള്ള പൊതിച്ചിട്ടൊരു കടത്തുണ്ട്, പിന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല. അതുവരെ തിരക്കുള്ള മനുഷ്യന്മാർ. പഠിക്കാനും ചിന്തിക്കാനും ഒരുപാടുണ്ട്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 വന്നാൽ അവിടുന്ന് അര ഒന്നുകൂടി മുറുക്കി കൊടുക്കും എന്ന് കാണുന്നു. ശദ്ദ ഇസ്റഹു, അര മുറുക്കിയെടുക്കുക. അതൊരു പ്രയോഗമാണ് അറബ് ഭാഷയിൽ. ഒരു കാര്യത്തിന് കച്ച കെട്ടുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഒരുങ്ങി തയ്യാറാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. വൈഖലാഹുലഹു, കുടുംബത്തെ ഉണർത്തും രാത്രിയിൽ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി. ഭാര്യമാർ അത് ശീലിച്ചു. അവിടുന്ന് വേർപെട്ടപ്പോൾ പിന്നെയും ഭാര്യമാർ അത് തുടർന്നു. അതൊക്കെ ഹദീസുകളിൽ കാണാം. അത്ര പ്രധാനമുള്ളൊരു സംഗതി. ആ രാത്രി കരഞ്ഞ് പറയും, വിഷമം പറയാം, പ്രയാസം പറയാം, ആദി പറയാം, വ്യാധി പറയാം, ദുഃഖം പറയാം, കണ്ണുനീർ റബ്ബിനോട് പറയാം. മനുഷ്യനെന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എല്ലാം തുറന്നു പറയാൻ, പരലോകം ഓർക്കാൻ, നരകത്തെ ഓർത്തിട്ട് ഒരിറ്റ് കണ്ണുനീര് വെഴുത്താൻ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പലതിനും കരഞ്ഞിട്ടുണ്ട് നമ്മൾ. ആപ്പയുടെ മയ്യത്ത് കൊണ്ടുപോയ അന്ന് കരഞ്ഞതൊരു ഓർമ്മയുണ്ട്. ഉമ്മ മരിച്ചു എന്ന് കേട്ടപ്പോ അറിയാതെ കണ്ണ് നനഞ്ഞത് ഓർമ്മയുണ്ട്. പക്ഷെ നരകം ഭീകരമാണ്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരിറ്റ് കണ്ണുനീര് വീഴ്ത്തുക ഏകാന്തമായിട്ട്. സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവർ ഓർത്ത് കരയും. നരകത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ കരയും. ആയത്തോതുമ്പോ താനേ അവർ കരഞ്ഞു പോകും. അടുപ്പത്ത് വെച്ച പാത്രം തിളക്കുന്നത് പോലെ അവരുടെ ഏങ്ങലടികൾ കേൾക്കാമായിരുന്നു എന്നാണ്. ആ കരുത്താണ് വിശ്വാസിയുടെ കരുത്ത്. അതൊരു മുദ്രാവാക്യത്തിന്റെ കരുത്തല്ല. അത് ആത്മീയമായൊരു ചോദനയുടെ പിൻബലമാണ്. അതൊരു ചെറിയ സംഗതിയുമല്ല. അതെല്ലാവർക്കും ലഭ്യമാകുന്നതുമല്ല. അല്ലാഹുവിന്റെ മഹളായ ഫള് കൊണ്ട് നടക്കുന്ന ഒരു സംഗതി. അതുകൊണ്ട് തെറ്റും കുറ്റമൊക്കെ മനുഷ്യനുണ്ടാകും. അത് അള്ളാഹിനോട് പറയാന്നുള്ളതാണ്. ഞാനിനി എൻ്റെ തെറ്റിൽ തുടരില്ല, ഞാൻ ആ തെറ്റ് ഒഴിവാക്കി. അങ്ങനെയാണ് തീരുമാനം. ആ തെറ്റിലേക്ക് എന്നെ ആകർഷിക്കുന്ന ഒന്നും ഇനി ഉണ്ടാകില്ല. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങില്ല. ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ മനസ്സെന്നെ വേട്ടയാടുന്നു. അതാണ് ഖേദം. ഈ 3 നിബന്ധനയാണ് തൗബക്കുള്ളത്. റസൂലുള്ളാഹി പറയുന്നു, ഇന്നി വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ഒരു ദിവസത്തിൽ 70-ലധികം തവണ ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ 100 തവണ എന്ന്. പടച്ചവനോട് ഇസ്തിഗ്ഫാർ പറയാം, അല്ലാഹ് പുറത്തു തരണം. നബി ആരാ? വഹി വന്ന നബി, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നബി. സ്വർഗത്തിന്റെ വാതിലാദ്യമായി തുറക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ആ പ്രാർത്ഥന അങ്ങനെയാണ്. ഉമ്മത്തിനെ പഠിപ്പിക്കാൻ, വിനയമാണ് ജീവിതം എന്ന് പകർന്നു നൽകാൻ.
അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക, നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം നടത്തുക. റഹ്മാൻ എന്നും റഹീം എന്നും പദമാണ് അള്ളാഹ്ക്ക് ഖുർആൻ ഏറ്റവും കൂടുതൽ വിശേഷണം നടത്തിയത്. അള്ളാഹിന്റെ കരുണ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തെറ്റെത്ര ഒരു മനുഷ്യൻ ചെയ്താലും പുറത്തു കൊടുക്കും അല്ലാഹ്. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. തെറ്റ് ചെയ്തവനെ മതത്തിൽ നിന്ന് പുറത്താക്കിയ മതമല്ലല്ലോ ഇത്, അവനെ ഉൾക്കൊണ്ട മതമാണിത്. അതുകൊണ്ടാ പ്രവാചകൻ കഥ പറഞ്ഞു കൊടുത്തത്. 100 പേരെ കൊന്ന മനുഷ്യൻ, 99 ആളെ കൊന്ന മനുഷ്യൻ, അയാൾക്ക് നന്നാകണം തോന്നി. 100ാമതൊരു പണ്ഡിതനെ സമീപിച്ചപ്പോ അയാൾ സംശയം പറഞ്ഞു, നിന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനാകുന്നില്ല. നീ 99 ആളെ കൊന്ന മനുഷ്യൻ, ഞാനെന്ത് പറയും, എനിക്കറിയൂല. അപ്പൊ ഈ മനുഷ്യന് തോന്നി ഏതായാലും ഞാൻ നന്നാവൂല, അയാളെയും കൂടി അങ്ങോട്ട് കൊന്നൂന്നാ. അങ്ങനെ 100 തികച്ചൂടാ. പക്ഷേ ഉള്ളു തളക്കുന്നുണ്ട് അയാളുടെ. ഏതോ ഒരു നിമിഷത്തിൽ വന്ന ഒരു ചോദനയുണ്ടല്ലോ, റബ്ബേ എനിക്ക് നന്നാകണം, എനിക്ക് നന്നാകണം എന്നുള്ളൊരു തോന്നൽ അയാളുടെ അടുത്ത് വന്നു. അയാളെ വേറൊരാളെ സമീപിച്ചു. അയാൾ പറഞ്ഞു, നിന്റെ നാടാണ് നിന്നെ ചീത്തയാക്കിയത്, നീ നാട്ടിൽ നിന്ന് പോണം, വേറെ ഒരു നാട്ടിൽ നീ പോ, അവിടെ വെച്ച് നീ നന്നാകും. പോകുന്ന വഴിയിൽ അയാൾ മരണപ്പെട്ടു എന്ന് ചരിത്രം. മലക്കുകൾ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നും ചരിത്രം. ഒക്കെ നമ്മളെ പഠിപ്പിക്കാനാണ്. അയാൾ നല്ലവനാണ് എന്നും അല്ല എന്നും അവസാനം അളന്നിട്ട് നല്ല ഭാഗത്തേക്കാണ് ഒരടി കൂടുതൽ അയാളെ യാത്ര, പോകുന്ന നാട്ടുകാർ കൂടുതൽ. അതുകൊണ്ട് അയാളെ നല്ലവരുടെ കൂട്ടത്തിൽ അംഗീകരിച്ചു. അയാളുടെ പാവങ്ങളെല്ലാം പുറത്തു കൊടുത്തു. ഒരു ജനതയോട് റസൂലുള്ളാഹി ഇങ്ങനെ പറയാ, ആരാവരെന്നറിയോ? മനുഷ്യന്മാരെ കൊന്നവർ, സ്വന്തം മക്കളെ കൊന്നവർ, ആഭിചാരം നടത്തിയവർ, ഇഷ്ടം പോലെ വ്യഭിചരിച്ചവർ, മദ്യം ഇഷ്ടം പോലെ കഴിച്ചവർ, നിയന്ത്രണമില്ലാത്ത ജീവിതം നയിച്ചവർ, അവരങ്ങോട്ട് നന്നാക്കുക ചെറിയ സംഗതി അല്ലായിരുന്നു അത്. മദ്യം കഴിച്ച് താടി രോമങ്ങളിലൂടെ എപ്പോഴും മദ്യറ്റുന്നവർ, അവരോടൊരു വാക്കേ പറഞ്ഞുള്ളൂ, ലദ്ദത്തിൽ ശാരിബീൻ, നമ്മൾ സ്വർഗത്തിലെത്തി അങ്ങക്ക് അവിടെ മദ്യം ലഭിക്കും. പെട്ടെന്ന് ഇതൊരു തോന്നല, അത് ഞങ്ങൾ എന്ത് വേണം, നിങ്ങളിത് ഒഴിവാക്കണം, ദുനിയാവുന്നത് ഒഴിവാക്കണം. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അതിനു വേണ്ടി നിങ്ങൾ മത്സരിക്കുക. അതോടുകൂടി ആ പണി അങ്ങോട്ട് നിർത്തി. വ്യഭിചരിച്ച് ശീലിച്ചവർ ഇന്ന് ഒരാള്, നാളെ വേറെ ഒരാള്, അങ്ങനെ അഴിഞ്ഞാടുന്ന ജീവിതം. അവരോടാ ഹൂറുല്ലീന്റെ മദ്ഹ് പറഞ്ഞത്. ബുദ്ധിജീവികൾ കളിയാക്കുന്നുണ്ടല്ലോ, മുസ്ലിങ്ങളെ സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങൾ മാത്രം, അവിടെ ഹൂറന്മാർ ഇല്ല. സമുദായത്തിലെ ചില ബുദ്ധിജീവികളും അത് ഏറ്റെടുക്കാറുണ്ട്, തെറ്റിദ്ധരിച്ചവർ. ആ സാഹചര്യം പഠിക്കണം. അതോടുകൂടി അവർ നിർത്തി. പരലോകത്തിലെ സ്വർഗത്തിലെത്തുമ്പോൾ, അതുകൊണ്ട് ദുനിയാവിന്റെ ഈ ഹ്രസ്വമായ സുഖം നമുക്ക് വേണ്ട, അവർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് പാപമോചനം അതിൻ്റെ പ്രാധാന്യം. വൈകിട്ടില്ല സമയം, വൈകരുത്. അതിന് 2 അവസരങ്ങൾക്ക് കാത്തു നിൽക്കരുത്. അന്ന് എല്ലാവരും പാപമോചനം നടത്തുന്ന ദിവസമാണ്. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം വരും, ഖിയാമത്തിന്റെ ലക്ഷണമായിട്ട്. ആളുകൾ മുഴുവനെന്ന് കരയും. കരയാത്തവരുണ്ടാകില്ല, റബ്ബിനെ വിളിക്കാത്തവരുണ്ടാകില്ല. പിന്നെ വേറെ ഒരു സന്ദർഭമുണ്ട്, ഓരോ വ്യക്തിക്കും ഹത്താ യുഗർഗിറു, അവന്റെ റൂഹ് തൊണ്ടയിലെത്തുന്ന ഒരു നേരമുണ്ട്. പ്രിയപ്പെട്ടവരൊക്കെ 4 പാട് നിന്ന് അന്തം വിടുന്ന ഒരു നേരമുണ്ട്. അൻതും ഹൈനൈദിൻ തൻളുറൂൻ, എല്ലാരും നോക്കി നിൽക്കുക, ഒന്നും ചെയ്യല്ല. ഡോക്ടർ പറഞ്ഞു ഇനി മടക്കിക്കോളി, വിവരറിയിച്ചോളൂ. അവസാനം അങ്ങനെ പടയുന്നുണ്ട് അയാൾ. കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق. കാലുമായി പണയുന്ന നേരമാണ്. അയാള് മരണം മറപ്പിച്ച നേരമാണ്. ആ നേരത്തെ അയാൾ മാറുന്നുണ്ട്, അയാൾ റബ്ബിനോട് കരയുന്നുണ്ട്. അയാൾക്ക് പറ്റുന്ന രൂപത്തിൽ തൗബയുണ്ട്, പക്ഷെ സ്വീകരിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ 2 സന്ദർഭങ്ങളിൽ നിങ്ങളെ തൗബ സ്വീകരിക്കൂല. അതിനു മുമ്പേ നിങ്ങൾ തൗബ ചെയ്യണം.
അതിനു വേണ്ടി അനുഗ്രഹീതമായ ദിവസങ്ങൾ അല്ലാഹു സമ്മാനിച്ചു. അതാണ് റമളാൻ. റമളാൻ വന്നിട്ടും നീ നന്നായില്ലെങ്കിൽ ഫമതാ, റസൂലുള്ളാഹിന്റെ ചോദ്യമുണ്ട്, എന്നാ ഇനി നന്നാവുക? ഇത്ര നല്ലൊരു അവസരം കിട്ടൂല. വൈകാരികതയൊക്കെ പൂട്ടിക്കെട്ടിയ കാലം, കണ്ണുകളെ നിയന്ത്രിക്കപ്പെട്ട കാലം, നാവിന് പോലും അറിയാതെ പൂട്ടുവീണ കാലം, വൈകാരികത മറഞ്ഞുപോയ കാലം, മനുഷ്യന്റെ ഇച്ഛകൾക്കൊരു കടിഞ്ഞാണിട്ട കാലം. ഈ കാലത്ത് നിങ്ങൾ നന്നായില്ലെങ്കിൽ പിന്നെ ഇനി എന്ന് നന്നാകാൻ? അതുകൊണ്ട് എല്ലാം പൊറുക്കുന്ന, എല്ലാം മറക്കുന്ന, മനുഷ്യനോട് കരുണ കാണിക്കുന്ന റബ്ബിനോട് തേടുക. ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, ലൈലത്തുൽ ഖദർ എന്നാണെന്നറിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സ്നേഹഭാജനമായ ആ മാതൃകായോഗ്യനായ ഭർത്താവ് പറഞ്ഞു കൊടുത്തു, ആയിഷ, ലൈലത്തുൽ ഖദറിന്റെ വിവരം നിനക്ക് കിട്ടിയാൽ നീ ഒരു ദുആ ചെയ്തോ ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് മാപ്പ് തരണമേ. ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഹദീസ് റസൂലുള്ളാഹിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഉമ്മയോട്, സ്വർഗത്തിന്റെ താഴ്വാരത്തെ സുഗന്ധം എന്നും അനുഭവിക്കുന്ന ഉമ്മയോടാ പറയുന്നത്, ദുആ ചെയ്യണം ആയിഷ. അതാണ് ഇതിന്റെ ഗൗരവം. നീ പുറത്തു തരുന്നവൻ, നീ മാപ്പ് തരുന്നവൻ, അല്ലാഹുവേ നീ മാപ്പ് തരണം. മകളെ വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹഭാജനമായ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ കാക്കാൻ നീ അമൽ ചെയ്യണം. മുഹമ്മദിന്റെ മകളെ, എന്റെ സ്വത്ത് വേണമെങ്കിൽ ചോദിച്ചോ, സലീനി മിൻ മാലി, പക്ഷേ നരകം കാക്കാൻ നീ തന്നെ അമൽ ചെയ്യണം എന്റെ പൊന്നെ. അതുകൊണ്ട് എന്ത് തെറ്റും എന്ത് കുറ്റവും ചെയ്തവൻ അല്ലാഹ് പുറത്തു കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സുമറിലെ 53-ാമത്തെ വചനം ഓതി കേൾപ്പിച്ചു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണേ, യാ ഇബാദി എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിര് കവിഞ്ഞവരെ. ഒരു തെറ്റ് ചെയ്തോന്നല്ല, ഒരുപാട് തെറ്റ് ചെയ്തൊന്നല്ല, തെറ്റുകളിൽ മുഴുകിയവൻ, അവനോട് നീ വിളിച്ചു പറയണം, നബിയെ നിങ്ങള് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പുറത്തു തരുന്നവനാണ്, അവൻ കാരുണ്യമുള്ളവനാണ്. അതാണ് ഖുർആന്റെ ആയത്ത് അവരെ ഉള്ളിക്കറങ്ങിയത്. എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്ത മനുഷ്യന്മാർ, അവരാ നന്നായത്. ആ സദസ്സ് അത്ഭുതം തോന്നും. ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂലയിൽ ഒരു മനുഷ്യൻ ഇരുന്നെപ്പോഴും തേങ്ങും. ആ മനുഷ്യന്റെ പേര് വഹ്ശി ഇബ്ൻ ഹർബ്. ഉഹദ് യുദ്ധം നടന്നു, മുസ്ലിങ്ങൾ ചിതറിയോടി. നബിയുടെ ഏറ്റവും വലിയ അന്നത്തെ ശക്തിയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുന്തമെറിഞ്ഞിട്ട് ആ മനുഷ്യൻ കൊന്നു. നെഞ്ചത്തേക്ക് ആ കുന്തം മുന്നം തെറ്റാതെ പോയി. രണാങ്കളത്തിൽ ഹംസ പടഞ്ഞു വീണു. അവിടം തീർന്നില്ല. മൃതശരീരത്തോട് അനാദരവെന്നാണ് ലോകം കണ്ടത്. ചൂഴ്ന്നെടുക്കപ്പെട്ട ഹംസയുടെ കണ്ണുകൾ വശി ചെയ്തു. അത് ഹിന്ദെന്ന പെണ്ണിന് വേണ്ടി. സ്ത്രീത്വം ഒരു മനുഷ്യനെ എത്രത്തോളം തകർക്കും, ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എത്രത്തോളം സ്ത്രീ സൗന്ദര്യം തകർക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. അടിമയും നീഗ്രോവുമായ വശി തന്റെ മോചനം കൊതിച്ചു. അതോടൊപ്പം വശി പല മോഹവാഗ്ദാനങ്ങളിലും വീണു. വല്ലാത്തൊരു രംഗമായിരുന്നല്ലോ അത്.
കൊന്നിട്ട് കലി തീരാതെ ഹംസയുടെ കണ്ണ് ചുഴ്ന്നെടുത്തു. വിരലുകൾ ഓരോന്നോരോന്ന് വെട്ടിയെടുത്തു, കരള് പാന്തിയെടുത്തു. എന്നിട്ട് എന്തിനു കൊണ്ടുപോയി സമർപ്പിച്ചു? അവളത് കടിച്ചു തുപ്പി. ബാപ്പയെ കൊന്ന, ഉത്ബയെ കൊന്ന ഹംസ, നിന്നോടുള്ള പ്രതികാരം ഞാൻ ഇങ്ങനെ തന്നെ തീർക്കും എന്ന് പറഞ്ഞ്. പക്ഷെ അതിൽ പിന്നെ വഹ്ശിയുടെ ഉള്ളിൽ കുറ്റബോധം തുടങ്ങി. ആരെയാണ് ഞാനിത് ചെയ്തത്? എന്തിനാണ് ഞാൻ ചെയ്തത്? അതിനു മുമ്പേ ആ സമയത്ത് കണ്ടിട്ട് റസൂലുള്ള വിതുമ്പിക്കരഞ്ഞ ഒരു രംഗമായിരുന്നു അത്. പിതൃവ്യന്റെ മൃതദേഹം മറവ് ചെയ്യാനെടുക്കുമ്പോ മുഖത്തേക്ക് ഇനി നോക്കൂല, അവിടെ കണ്ണില്ലാതൊരു ദ്വാരമാണ്. കരളിന്റെ ഭാഗത്തേക്ക് നോക്കാനാവൂല്ല, അവിടെ ഒരു കൂടുപോലും അവശേഷിപ്പിക്കാതെ വിരലില്ലാത്ത ഒരു മൃതശരീരം. അന്ന് റസൂലുള്ള ഒരു പ്രഖ്യാപനം നടത്തി, റബ്ബേ, അവരുടെ ആളുകളെ ഇതുപോലെ 100 കണക്കിന് മയ്യത്തുകളെ ഞങ്ങള് പ്രതികാരം ചെയ്യും ഞങ്ങൾക്കൊരു കാലം വന്നാൽ. പക്ഷേ ഖുർആൻ തിരുത്തിയത് അവര് ചെയ്തതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് പാടില്ലല്ലോ നബിയേ. അത്ര വലിയ നബിക്ക് സങ്കടമുണ്ടായ വഹ്ശിയുടെ കുറ്റബോധം അല്ലാഹു സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വഹ്ശി കടന്നു വരികയാണ്. അവിടുത്തെ കൈ പിടിക്കുകയാണ്, അവിടത്തോട് സലാം പറയുകയാണ്, ഷഹാദ ഉച്ചരിക്കുകയാണ്. ദീനിലേക്ക് ആ മനുഷ്യനും ചേരുകയാണ്. അപ്പോഴും നബി കരയുകയാണ്. ആ മുഖം കാണുമ്പോൾ വഹ്ശി എന്ന് പറയുമ്പോ നബി അങ്ങ് വിതുമ്പിപ്പോകും. കടലിന്റെ തിര പോലെ നബിയുടെ കണ്ണുനീരിങ്ങനെ പ്രവഹിച്ച ദിവസമാണ്. പിന്നെ എപ്പ സദസ്സിൽ വരുമ്പോഴും വഹ്ശി മൂലയിലേക്ക് മാറിയിരിക്കും. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞതാണ്, വഹ്ശി, കഴിയുന്നിടത്തോളം എന്റെ നേരെ മുമ്പിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളങ്ങനെ മുമ്പിലിരിക്കുമ്പോ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരും. എനിക്ക് സഹിക്കുന്നില്ല വഹ്ശി, എന്റെ ഹംസയെ ഓർക്കുമ്പോ എനിക്ക് നിയന്ത്രണം വിടുന്നു. അതുകൊണ്ട് കഴിയുന്നിടത്തോളം എന്റെ മുന്നിലിരിക്കാതെ. വഹ്ശി പറയുന്നു, ഞാൻ പിന്നെ മാറിയിരിക്കും. ഞാൻ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് എന്റെ നബിയെ കൊതി വരാതെ ഞാൻ നോക്കും മതി വരുവോളം. ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയുമോ? വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ അല്ലാഹു തൗബ കൊണ്ട് സ്വീകരിച്ചു. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന പദവിയിൽ ആ മനുഷ്യനെന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടു വന്നു. ചെറിയ പദവി ആയിരുന്നില്ലല്ലോ അത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹിന്ദും സഹാബ വനിതകളുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്നു. അവരുടെ ഭർത്താവ് അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായി. ഇവരൊക്കെ ഭൂതകാലം പഠിക്കുമ്പോൾ അത്ഭുതം തോന്നും. അത്രയുള്ളൂ ഇസ്ലാം. ഒറ്റ മിനിറ്റ് കൊണ്ടൊരു മനുഷ്യനോട് മാറാനുള്ള അവസരമാണ്. ഒറ്റ മിനിറ്റ് മതി. റമദാൻ ആ ഒരു പ്രചോദന നമുക്ക് തരുന്നത്. ഇനി വയ്യ റബ്ബേ തെറ്റ്, ഇനി ആവുന്നില്ല തിന്മ, ഒന്ന് നന്നാകണം റബ്ബേ. ഉള്ളിലെ ഒരു വിളിയാളം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ മനസ്സേ നീ കടന്നു വരിക, ശാന്തമായ ആത്മാവേ നീ കടന്നു വരിക. നീ നിന്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് വരിക, നീ സ്വർഗത്തിലേക്ക് വരിക, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് വരിക. ആ വിളി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. പടച്ചോനാ വിളിച്ചിട്ടുള്ളത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീടായ സ്വർഗത്തിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഖുർആനാ പറയുന്നത്. അതിന് വഴി പറഞ്ഞു ഒന്നും അങ്ങോട്ട് എത്താനുള്ള. അതിലേറ്റവും പ്രധാനം തിന്മകൾ വെടിയാന്നുള്ളതാണ്. അങ്ങനെ റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. തിന്മ ഇനി വയ്യല്ലോ. ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും വൃത്തികെട്ടവൻ ആര് എന്ന് ചോദിച്ചത് ഉത്തരണ്ട്. വ്യഭിചരിക്കുന്ന വൃദ്ധനാണ്. 1. അഹങ്കാരിയായ ദരിദ്രനാണ്. 2. ദാരിദ്ര്യം അങ്ങേറ്റാണ്, പക്ഷെ അയാളുടെ അഹങ്കാരം അതിര് കടന്നതാണ്. ഇത്തരം വൃത്തികെട്ടാൻ വേറുണ്ടോ? ഒരു നാളും പ്രായമാകുമ്പോൾ ബോധം വേണം മനുഷ്യന്. എന്നോ കൊണ്ടുപോകേണ്ട ശരീരമാണ്, പോയി പോകും. അപ്പോ മാറ്റമുണ്ടാകണം. ഭൂതകാലത്തിന്റെ തിന്മകളിൽ ഇനി തുടരാനാവില്ല.
അതുകൊണ്ട് റബ്ബിനോട് കരഞ്ഞു തേടണം. അല്ലാഹു ഒരു സംശയവും വേണ്ട തൗബ സ്വീകരിക്കുന്നവനാണ്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി വയഅഫു അനിസ്സയ്യിആത്ത്. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, അവൻ തിന്മകൾ മായ്ച്ചു കളയുന്നവനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നാകുക, കുടുംബം നന്നാകുക. ആ ഒരു പോയിന്റ് റസൂലുള്ളാഹി പറഞ്ഞത്, അവിടുന്നും എഴുത്തിക്കാഫിരുന്നു, കുടുംബത്തെയും വിളിച്ചുണർത്തി. മക്കളും കുടുംബമൊക്കെ അങ്ങനെ ആകുമ്പോഴേ സ്വസ്ഥത ഉള്ളൂ, സമാധാനമുള്ളൂ. അല്ലെങ്കിൽ പോയി. അള്ളാഹു മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കേട്ട് ഞെട്ടിത്തരിച്ചു പോകുന്നു, പേടി തോന്നുന്നു. എവിടെയാണ് ഈ തിന്മ കയറിക്കൂടിയത് എന്ന് നമ്മൾ അറിയാതെ പോകുന്നു. ബീഭത്സമായ രീതിയിൽ തിന്മകളുടെ നീരാളിപ്പിടുത്തത്തിൽ നമ്മുടെ സമൂഹം അമർന്നു പോകുന്നു. അവിടെ റമദാൻ ഒരു പരിചയമായി മാറുക. അസ്സൗമു ജുന്ന, നിങ്ങളെ നോമ്പ് നിങ്ങൾക്കൊരു പരിചയമാണ്. യസ്തജിന്നു ബിഹാ മിനന്നാർ, അതുകൊണ്ട് നരകത്തെ തടുക്കുന്ന ഒരു പരിചയമായിട്ട് നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്ക് മാറണം. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറയും. നല്ല മനുഷ്യന്മാരായി പോകണം. റമദാൻ എടുത്ത് 2 ദിവസം കൊണ്ട് അല്ലെ അടുത്ത ദിവസം പോകും, നമ്മൾ പിന്നെയും ബാക്കി ഉണ്ടാകും ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാകും. റമദാൻ അതുപോലെ അടുത്ത റമദാനുകൾ ഇനിയും വരും. കാലം അതിൻ്റെ യാത്ര തുടരും. മാസങ്ങൾ അങ്ങനെ മാറി വരും. ചൂടും വെയിലും തണുപ്പൊക്കെ ആയിട്ട് ലോകത്തങ്ങനെ പലതും നടക്കും. നമ്മൾ 6 അടി മണ്ണിൽ ഒറ്റക്ക് കിടക്കും. ഒറ്റക്ക് കിടക്കുമ്പോൾ ആകെ കൂട്ടിനുള്ളത് നമ്മൾ അമലുകൾ മാത്രമാണെന്നുള്ള ബോധ്യം വേണം. ആ ഓർമ്മയോടെ ജീവിതം ക്രമപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമദാൻ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്ന വേളയിൽ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം, ഇഅ്തികാഫിൻ്റെ പ്രാധാന്യം, തൗബയുടെ പ്രാധാന്യം ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന ഒരു തത്വമാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളറിയാത്തൊരു ദിവസം നമ്മളിവിടുന്ന് പോകും. നമ്മളറിയാത്തൊരു ദിവസമാണ് നമ്മളിവിടെ വന്നത്. നമുക്കറിയില്ലായിരുന്നു. നമ്മളറിയാത്തൊരു കുടുംബത്തിലാണ് നമ്മളിവിടെ പറഞ്ഞത്. പിന്നെയാണ് എന്ത് ഉമ്മയാണെന്ന് ബോധ്യം വന്നത്. കുറെ കഴിഞ്ഞപ്പോഴാണ് ഇതാണ് എൻ്റെ വാപ്പ എന്നൊരു കുട്ടിക്ക് ബോധ്യം വന്നത്. ഇതാണ് എൻ്റെ കുടുംബം എന്ന് കുട്ടിക്ക് ബോധ്യം വന്നത്. അതൊക്കെ അള്ളാൻ്റെ തീരുമാനമാണ്. നമ്മളങ്ങനെ പോകുമ്പോൾ എന്തുണ്ട് നമുക്ക് എന്നുള്ള കൂടെ എന്തുണ്ട് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാകണം. സക്കാത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ദാനധർമ്മങ്ങളുടെ കാര്യം റസൂലുള്ളാഹി തന്നെ പറയും, അവസാനത്തെ 10 അവിടുന്ന് അടിച്ചു വീശുന്ന കാറ്റ് പോലെ. ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ നബിയെ കണ്ട് അത്ഭുതപ്പെടുന്ന, താഴ്വാരം മുഴുവനുള്ള ഒട്ടകക്കൂട്ടങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് കൊടുക്കും. അപ്പം കിട്ടിയ അതിയായിരിക്കാം, ആരെങ്കിലും വന്നാണ് ചോദിക്കും, അപ്പം അങ്ങോട്ട് കൊടുക്കും. വല്ലാത്തൊരു ധർമ്മിഷ്ഠനായിരുന്നു ഞങ്ങളുടെ പ്രവാചകൻ. സഹാബികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് വിശ്വാസിയുടെ ലക്ഷണമാകണം. ആ പ്രതിഫലത്തിലേക്ക് നമുക്ക് കടന്നു പോകാനാകണം. പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഖബറിടത്തിൻ്റെ മീസാങ്കല്ലുകൾ ഒരുപാട് കഥ പറയുന്ന കുറേ മനുഷ്യന്മാർ. അവരൊക്കെ ഇതുപോലെ നടന്നവർ, ഓടി നടന്നവർ, ബഹളം വെച്ചവർ, ചിലപ്പോൾ മൗനികളായവർ, ചിലപ്പോൾ കൊതിയോടുകൂടി നമ്മൾ നോക്കി നിന്നവർ ഒക്കെ പോകും. ലോകം അതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തെ രുചിക്കുന്ന ഖുർആന്റെ പ്രയോഗം. രുചി 2 തരമാണ്. ഒന്ന് മധുരമാണ്, മറ്റൊന്ന് കയ്പാണ്. ഖുർആൻ അങ്ങനെ തന്നെ ബോധപൂർവമുള്ള പ്രയോഗമാണ്. മധുരമുള്ള മരണമായിട്ട് നമ്മളെ മരണം മാറണം. അതിന് റബ്ബിൻ്റെ തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർക്കുമ്പോൾ നനഞ്ഞു പോകുന്ന, കണ്ണ് നനയുന്ന ബാപ്പ ഖബറിൽ കിടക്കുന്നു, ഉമ്മ ഖബറിൽ കിടക്കുന്നു, നമ്മളാക്കിയ പലരും ഖബറിൽ കിടക്കുന്നു. അള്ളാഹുവേ, അവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് നീ അവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്തു കൊടുക്കണമേ നാഥ. ഈ പരിശുദ്ധ റമദാൻ നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മളെ സഹോദരി സഹോദരന്മാർ, അവരുടെ വിഷമവും പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു സാന്ത്വനം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അലാറം വെച്ചിട്ട് അത്താഴത്തിന് ഉണരാമെന്ന് കരുതി കിടന്ന പാവങ്ങളുടെ നെഞ്ചത്ത് ബോംബ് വന്ന് വീണിട്ട് മയ്യത്തിൻ്റെ കൂമ്പാരം ഇന്നും ലോകത്ത് കാണുന്ന ഗസയും ഫലസ്തീനും തീരാത്ത നോവായി ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പടരുന്ന കാലത്ത് അല്ലാഹുവേ, അവരുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ഒരറുതി വരുത്തി നീ അവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്തു കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم ثبت أقدامهم، اللهم انصرهم على أعدائهم نصرا كاملا. ربنا تقبل منا إنك أنت السميع العليم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. الله أكبر الله أكبر. أشهد أن لا إله إلا الله، أشهد أن